ബ്രിട്ടീഷുകാർ നാട് വിട്ടു പോയിട്ട് 78 വർഷമായി. ഇത് നമ്മൾ 79ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? പണക്കാരായിക്കൊണ്ടേയിരിക്കുന്നു, പാവങ്ങളായിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണോ സ്വാതന്ത്ര്യം? ഇതിനു വേണ്ടിയിട്ടാണോ ഗാന്ധിജി നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്? ഇന്ത്യയിലെ ജനങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഒന്ന് പാവപ്പെട്ടവർ, പിന്നെ പണക്കാർ, പിന്നെ രണ്ടിനും ഇടയിലുള്ളവർ. ഇതിൽ പണക്കാരെ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം അവർക്ക് കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഇവിടെ ഇരിക്കുന്നു. പക്ഷേ പണക്കാരെ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അവർ കുറേയേറെ പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. എങ്ങനെ ചോദിച്ചാൽ ഹോസ്പിറ്റലുകളായാലും ശരി, ഇല്ല വേറെ ഏതെങ്കിലും എന്താ പറയുക കമ്പനികളും അവർക്ക് എല്ലാം ഉണ്ട്. അത് കാരണം ഇഷ്ടം പോലെ ആൾക്കാർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. തുച്ഛമായ കൂലിയെ ലഭിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത അത്രയും ജോലികൾ ഇവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അത് കാരണം പൈസ ഉണ്ടാക്കുന്നവർ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കോടീശ്വരന്മാരെ കൊണ്ട് വലിയ ഇതൊന്നുമില്ല. വിലകയറ്റം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത്. ആരാണ് ഈ സാധാരണക്കാർ? ഇതിൽ പാവപ്പെട്ടവരുണ്ട്, ഇടത്തരക്കാരുമുണ്ട്. ഇടത്തരക്കാർ എങ്ങനെയാണ് ഇതിൽ ബാധിക്കുന്നത്? പാവപ്പെട്ടവരാണ് പറഞ്ഞാൽ അവർക്ക് അന്നനാടം കൊണ്ടുവന്നിട്ട് വേണം കുടുംബം കഴിയാൻ. ചിലർ ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വിലക്കയറ്റം ബാധിക്കുന്നതെന്ന് പറയാം. പക്ഷേ ഈ ഇടത്തരക്കാർ എങ്ങനെയാണ് ഇതിൽ ബാധിക്കുന്നതെന്ന് അറിയുന്നത്? ഇടത്തരക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ജോലിയുണ്ട്, പിന്നെ കിട്ടുന്ന പൈസ നമ്മൾ ഹൈ ലെവലുള്ള കോടീശ്വരന്മാരെ പോലെ ഇവർ വല്ല ഫാക്ടറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും മറ്റുള്ളവർക്ക് ജോലിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇവർ എന്ത് ചെയ്യും? ഈ പൈസ ഒന്നില്ല ബാങ്കിലിടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സ്വർണ്ണം വല്ലതും വാങ്ങി എടുത്തിട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ ഒരു ബാങ്കിലിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ അവർക്ക് വർഷം പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇതുകൊണ്ട് നഷ്ടമായിരിക്കാണ് വരുന്നത് അറിയോ? പാവപ്പെട്ട ജനത്തിനാണ് നഷ്ടം വരുന്നത്. കാരണം അവർ അന്നനാടും കൊണ്ടുവരുന്ന പൈസ അതിന് തികയാതെയാകുമ്പോൾ ബാങ്കിൽ കട കൊടുക്കും. കട കൊടുത്തു കഴിഞ്ഞാൽ ഈ കടം അടയ്ക്കാൻ പറ്റാതെ അവൻ നെട്ടോട്ടം ഓടുന്നത് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാവപ്പെട്ടവൻ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസ ഏകദേശം ഉള്ളത് മൊത്തം ഈ ബാങ്കിൽ അടയ്ക്കും. ഈ ബാങ്ക് ഇവർക്ക് പൈസ കൊടുക്കുന്നു. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ റോഡരികിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും കുടിലും വെച്ചിരിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് റേഷൻ കാർഡ് പറഞ്ഞ സാധനമില്ല. പക്ഷേ നല്ല ജോലിയും മറ്റുള്ള ആൾക്കാർക്ക് മഞ്ഞ റേഷൻ കാർഡാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് സ്വാതന്ത്ര്യം. നമ്മൾ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള സകല സാധനങ്ങൾക്കും ടാക്സ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കൊരു നല്ല റോഡില്ല, പാലമില്ല, എന്തിനും ആശുപത്രി പോലും ഇല്ല. അപ്പോൾ ഈ ടാക്സ് എല്ലാം പറ്റിച്ചെടുക്കുന്നവർക്കാണോ സ്വാതന്ത്ര്യം, അതോ ഈ പാവങ്ങൾക്കാണോ സ്വാതന്ത്ര്യം? ജനങ്ങളുടെ നികുതി പണം കോടിയായി കക്കുന്നവനെ വെറുതെ വിടുന്നു. ഒരു നേരത്തെ ഭക്ഷണം മോഷണത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. ഇതാണ് സ്വാതന്ത്ര്യം. സത്യത്തിൽ ആർക്കാണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ജനങ്ങൾക്കാണോ അതോ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കോ?